Hey, it's Niju. Welcome back to Root Cinemas. In this video, Davinci resolving editing tips. You all face a situation. You editing complete, color grading lock, projector enter, client feedback. So, ഇത്തരം സന്ദർഭങ്ങളിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം ലൈൻ നിങ്ങൾ പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഷോക്ക് വരും. കാരണം അതിൽ കളർ ഗ്രേഡിംഗ് ഉണ്ട്, നോയ്സ് റിഡക്ഷൻ പോലുള്ള നോട്ട്സ് ഉണ്ട്. സോ നിങ്ങളുടെ പ്ലേ ബാക്ക് സ്മൂത്ത് ആവില്ല. സോ അതിന് നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ എൻ്റെ ടൈം ലൈനിലെ കളർ ഗ്രേഡിംഗ് ഓഫ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്ലേ ബാക്ക് സ്മൂത്ത് ആവത്തുള്ളൂ. സോ അതിനുവേണ്ടിയുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ് സ്റ്റാർട്ട്. അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നത്, നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന പലരും, അതായത് 70% ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് എൻജോയ് ദ വീഡിയോ. സോ ഈ ഒരു ടൈം ലൈൻ കഴിഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. ഇതിൽ എ റോള്, ബി റോള്, ടെക്സ്റ്റ് എല്ലാം ഫില്ല് ചെയ്തൊരു ടൈം ലൈനാണ്. സോ ഇതിലാണ് നമ്മളിനി എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ പ്ലേ ബാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കാം, ഇവിടുത്തെ നമ്മുടെ ഫ്രെയിം റേറ്റ് നോക്കുവാണെങ്കിൽ 3.4 ഫ്രെയിം റേറ്റിന് മേളിലോട്ട് ഇത് പ്ലേ ബാക്ക് വരുന്നില്ല. കാരണം ഇതിൽ നോയ്സ് റിഡക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ പ്രൊജക്ട് സെറ്റിംഗ്സിൽ പ്ലേ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. പക്ഷേ 24 ഫ്രെയിമിൻ്റെ അടുത്ത് പോലും വരുന്നില്ല. ഇപ്പോൾ ഞാൻ സ്ക്രിബിൾ ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ സ്ലോ ആണ്, നല്ല ശോകമാണ്. സോ ഇതിന് നമ്മൾ ഈ ഒരു ഫാസ്റ്റ് ആക്കണം, ഈ ഒരു ടൈം ലൈനിൻ്റെ പ്ലേ ബാക്ക് ഫാസ്റ്റ് ആക്കണേ. ആദ്യം നമ്മൾ കളർ ചെയ്തിരുന്ന കളറിൻ്റെ നോട്ട്സും അതുപോലെ കളർ ഗ്രേഡിങ്ങും നമ്മൾ ഡിസേബിൾ ചെയ്യണം, അല്ലെങ്കിൽ ഓഫ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ടൈം ലൈനിലെ പ്ലേ ബാക്ക് സ്മൂത്ത് ആകത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ നോർമൽ വേയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ വരുന്നു, ഇവിടെ എനിക്കൊരു 4-5 നോട്ടുള്ള ഒരു കളർ ഗ്രേഡിംഗ് ഉണ്ട്. അത് നമ്മൾ Alt D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഷോർട്ട് കീയിൽ ഡിസേബിൾ ചെയ്യാം. അടുത്ത ക്ലിപ്പിൽ പോകുന്നു, Alt D പ്രസ് ചെയ്യുന്നു, അത് നമ്മൾ ഡിസേബിൾ ചെയ്യുന്നു. പക്ഷേ ഇത് പ്രാക്ടിക്കൽ അല്ല. കാരണം ഈ ഒരു ടൈം ലൈനിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് ക്ലിപ്സ് ഉണ്ട്. സോ ഈ എല്ലാ ക്ലിപ്പിലും പോയിട്ട് നമ്മൾ Alt D പ്രസ് ചെയ്തിട്ട് ഇത് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും പ്രാക്ടിക്കൽ അല്ല. സോ ഇതൊരു സിംഗിൾ കീയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചെയ്യുന്നത് കളർ പേജിൽ നിന്നല്ല, എഡിറ്റ് പേജിൽ നിന്നാണ്. ഞാനിപ്പോൾ കളർ ബാക്ക് ടു റിവേർട്ട് ആക്കിയിട്ടുണ്ട്, കളർ ഗ്രേഡ്. സോ നമ്മൾ എഡിറ്റ് പേജിൽ വരുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നമ്മുടെ കളേഴ്സ് ഇവിടെ കാണാൻ പറ്റും, ഗ്രേഡ് ചെയ്ത ക്ലിപ്പ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ടോപ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ബൈപ്പാസ് കളർ ഗ്രേഡ്സ് ആൻഡ് ഫ്യൂഷൻ എഫക്ട്സ്. ഈ ഒരു സിംഗിൾ ക്ലിക്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഈ ടൈം ലൈനിലെ എല്ലാ കളർ ഗ്രേഡിങ്ങും ഓഫ് ആവും. സോ നമുക്ക് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് പ്ലേ ബാക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 23.976 അതാണ് നമ്മുടെ ഫ്രെയിം റേറ്റ്, പ്രൊജക്ട് ഫ്രെയിം റേറ്റ്. ആ പ്രൊജക്ട് ഫ്രെയിം റേറ്റിൽ തന്നെ നമ്മുടെ ടൈം ലൈൻ പ്ലേ ബാക്ക് ആവുന്നുണ്ട്. സോ നമുക്ക് നമ്മളുടെ എഡിറ്റ് ചെയ്യാം. നമ്മുടെ എഡിറ്റ്സ് വൺസ്, ഇപ്പം എനിക്ക് ഈ ഒരു ക്ലിപ്പിൻ്റെ ലെങ്ത് കുറയ്ക്കണമെങ്കിൽ ആ ലെങ്ത് ഞാൻ കുറയ്ക്കുന്നു, റിപ്പിൾ ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ ഈ എഡിറ്റിൽ ഹാപ്പിയാണ്. സോ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കളർ ഗ്രേഡ് തിരിച്ചു പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ വരുന്നു, ആ ഒരു ബട്ടൺ നമ്മൾ എനേബിൾ ചെയ്യുന്നു, നമ്മുടെ കളർ ഗ്രേഡിംഗ് ബാക്ക് ടു ആക്റ്റീവ്. ഈ ഒരു സിംഗിൾ ക്ലിക്കിൽ നമ്മുടെ ടൈം ലൈനിലെ എൻറ്റയർ കളർ ഗ്രേഡിംഗ് ഓണും ഓഫും ചെയ്യാം. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിക്കുന്നു, നിങ്ങളുടെ ക്ലയൻറ്റ് പറഞ്ഞ് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ടൈം ലൈനിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇപ്പോൾ ഇവിടെ വരിക, ആ ടൈം ലൈനിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങളുടെ എഡിറ്റ് സേവ് ചെയ്യാവുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ആ ഒരു ടൈം ലൈനിൽ പേരും കൊടുക്കാം, ക്ലയൻറ്റ് ഫീഡ്ബാക്ക്. എന്നിട്ട് ഈ ഒരു ടൈം ലൈൻ ആക്റ്റീവ് ചെയ്തിട്ട് വയ്ക്കുക. കാരണം അതുകൊണ്ട് എന്താ ഗുണമെന്ന് പറഞ്ഞാൽ, ഈ ഒരു ടൈം ലൈൻ നിങ്ങൾക്ക് ബാക്കപ്പായിട്ട് കിടക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് റിവേർട്ട് ചെയ്ത് കാണണമെങ്കിൽ അത് കാണുകയും ചെയ്യാം. ഇതിൽ നിങ്ങളുടെ പുതിയ ചേഞ്ചും കാണും. സോ ഇത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്, നിങ്ങളുടെ വർക്ക് ഫ്ലോ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയാണ്. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ബാക്ക് ടു സ്റ്റുഡിയോ. സോ ഇതായിരുന്നു നമ്മുടെ റിസോൾവിൻ്റെ എഡിറ്റിംഗ് ടിപ്സ്. എന്നും പറയുന്ന പോലെ തന്നെ കണ്ടന്റ് അത്യാവശ്യം സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി പോസ്റ്റ് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.